Welcome to Free Pan Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുന്തിരി വെച്ചിട്ടുള്ള ഒരു ക്രീം കേക്കാണ്, ഗ്രേപ്സ് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കേക്കിൽ എഗ്ഗൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കപ്പ് പാല്, അതുപോലെ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ നന്നായി തരിച്ച് മാറ്റി വെച്ചതാണ്. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 ടീസ്പൂൺ വിനീഗർ, പിന്നെ നമ്മുടെ ജ്യൂസ് മുന്തിരി ഇതുപോലെ തിളപ്പിച്ചെടുത്തതാണ് 1/4 കപ്പ്. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിൽ പേപ്പർ വെച്ച് നന്നായി ഗ്രീസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ബട്ടർ മിൽക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് 2 മിനിറ്റ് മാറ്റി വെച്ചതായിരുന്നു. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും നന്നായി അരിപ്പയിൽ മിക്സ് ചെയ്തെടുത്താണ് ഒരു 3 പ്രാവശ്യമെങ്കിലും. ഇത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ മുന്തിരിയുടെ ജ്യൂസാണ്. 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്നും കൂടി ലൂസാക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് ഒക്കെ നന്നായി ഒന്ന് കളഞ്ഞിട്ട് കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം നമുക്ക് കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കറിൻ്റെ വിസിൽ മാറ്റിയ ശേഷം നന്നായി അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പീഡ് കുറച്ചൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ഇതൊന്ന് നന്നായി വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നന്നായി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗനാഷ് തയ്യാറാക്കാം ഗ്രേപ്സ് വെച്ചിട്ട്. അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് തിളപ്പിച്ച മുന്തിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. 1/4 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് തിളപ്പിച്ചപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ എത്ര വലിപ്പമുള്ള കേക്കാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് ഗനാഷിൽ മാറ്റം വരുത്താം. ഞാനിവിടെ 250 ഗ്രാം മുന്തിരി വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഗനാഷിലേക്ക് ഞാൻ 1 ഡ്രോപ്സ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഗനാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ബേക്ക് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേ അളവിൽ ഒരു ചോക്ലേറ്റ് കേക്കും കൂടി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 2 കേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേ അളവിൽ തന്നെയാണ് ഞാനും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മാത്രം ചേർത്തു. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഫസ്റ്റ് നമ്മൾ ഗ്രേപ്സിൻ്റെ കേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കായി വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രേപ്സിൻ്റെ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ ലെയറിൽ ഇങ്ങനെ ഈ ഗനാഷ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാഷ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ നമുക്ക് മുന്തിരിയുടെ ഗനാഷ് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഗ്രേപ്സ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് 2 ലെയറിലും ഇതുപോലെ ഗ്രേപ്സിൻ്റെ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഈ കേക്ക് നന്നായി ഒന്ന് ക്രീം ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കേക്ക് കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ക്രീം നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേപ്സിൻ്റെ ഗനാഷ് ഒരു സൈഡിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് സ്റ്റാർ നോസിൽ വെച്ചും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.